Good evening. Welcome to Post Market Report. ഇന്ത്യ യു എസ് ട്രേഡ് ടോക്സ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇൻഡേഴ്സുകൾ ഒരു വെയിറ്റ് ആൻഡ് സി സ്റ്റാൻസാണ് ഇന്ന് എടുത്തത്. പൊതുവേ ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 25,461 ലെവലിൽ നേട്ടമില്ലാതെ തന്നെ നിഫ്റ്റി ക്ലോസ് ചെയ്തു. സെൻസെക്സ് വെറും 9 പോയിൻറ്റിൻ്റെ നേട്ടത്തോടുകൂടി 83,442 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. ഓൾ സെക്ടർ ഇൻഡെക്സസുകളെല്ലാം തന്നെ ഇതേ സ്റ്റാൻസ് തന്നെയാണ് എടുത്തത്. എല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്തു. ഇതിൽ FMCG മാത്രമാണ് 1.6% അപ്പായിട്ട് ക്ലോസ് ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം കൺസ്യൂമർ പ്രോഡക്ട്സ് സർവീസ് ഇൻഡസ്ട്രിയിലെ കുറച്ച് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് പോലുള്ള കമ്പനികളുടെ ഗൈഡൻസ് വന്നത് വളരെ പോസിറ്റീവായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ആ സെക്ടറിലുണ്ടായത്. മറ്റ് സെക്ടേഴ്സെല്ലാം തന്നെ ഫ്ലാറ്റായിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും വൈകിട്ട് 9:30 നമുക്ക് ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിൻ്റെ ഒരു മിനി വേർഷൻ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ അഗ്രി അതോടൊപ്പം തന്നെ ഡയറി സെക്ടേഴ്സിലേക്ക് അമേരിക്ക ഒരു എൻട്രി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിലേക്ക് ടെക്സ്റ്റൈൽ, ഇലക്ട്രോണിക്സ് മേഖലകളിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസാണ് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സെക്ടേഴ്സ്, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് ഡീലിൽ എത്രത്തോളം നെഗോസിയേഷൻ വരുന്നു എന്നതാണ് തീർച്ചയായിട്ടും നാളെ മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ട് എങ്ങനെയാണ് താരിഫ് ഡീലുകൾ വരിക എന്നതും വളരെ ക്രൂഷ്യലാണ്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ചൈനയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ ഉൾപ്പെടെയുള്ള ഡാറ്റകൾ വരുന്നുണ്ട്. ഒപ്പം റിസൾട്ട് സീസൺ ആവുന്നതോടുകൂടി തന്നെ ഓരോ സെക്ടറിലെയും കമ്പനികളുടെ ഗൈഡൻസുകൾ, സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നാളെ ഒരു നല്ല ട്രേഡ് ഡീൽ ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഏവർക്കും ഒരു ശുഭ സായാഹ്നം നേരുന്നു. താങ്ക് യു സോ മച്ച്.